ഒരു യാത്രാമൊഴിയാണ്. ബിസിനസ് പരമായ മീറ്റിങ്ങുകൾ നമ്മൾ യാത്രയാക്കി മാറ്റുന്നതാണ്. റിപ്പബ്ലിക് ഡേക്ക് മുന്നിൽ ഒരു ദിവസം യാത്രയാക്കാൻ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ യാത്ര ചെയ്യാനും സ്റ്റേ ചെയ്യാനും ഒരു ഭാഗ്യം കിട്ടി. ഇത് ഒറിജിനൽ പൂക്കളാണ്. കണ്ടോ, ഒറിജിനൽ പൂ. ഇതിന് തന്നെ എത്ര രൂപയായി കാണും അവർ. ചുമ്മാ അല്ല ഒരു പൈസ ഇത്രയും മേടിക്കുന്നത്. ലൈറ്റ് സ്റ്റാർ പോലുള്ള അവരുടെ ബേക്കറി, അതൊക്കെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും ഇമ്പോർട്ടഡ് ചീസും. ആ ചീസൊക്കെ അവിടെ വർഷങ്ങൾ പഴയ ചീസ്, അതായത് അത്രയും വില കൂടുതലാണ്. അതൊക്കെ അവർ ഫുഡിനും കഴിക്കാൻ തന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ അവിടെ റൂംസൊക്കെ ഒരു രക്ഷയില്ല. കിങ് സൈസ് റൂമായിരുന്നു. നമ്മുടെയൊക്കെ വീടിൻ്റെ അത്രയുണ്ട് ഓരോ ബാത്റൂമൊക്കെ. എനിവേ, എന്തായാലും മീറ്റിങ്സ് എല്ലാം ഫുഡ് കഴിക്കുമ്പോഴായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറയുന്നത്, യാത്ര ചെയ്യാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുക. യാത്ര എപ്പോഴും നല്ലതാണ്. യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആളുകളെ കാണാനും പരിചയപ്പെടാനും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും പറ്റാത്തവരുണ്ട്. പക്ഷേ എന്നാലും പറ്റുന്ന രീതിയിൽ. പണ്ട് പൊതുവേ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളല്ലായിരുന്നു. പക്ഷേ ഇപ്പം പല രീതികളിൽ യാത്ര ചെയ്യാൻ സമയം കിട്ടുമ്പോൾ യാത്ര ചെയ്യാറുണ്ട്. അല്ലേ കിടന്നുറങ്ങാനാണ് കൂടുതലിഷ്ടം. പൊതുവെ എല്ലാവർക്കും അതായിരിക്കും. എനിവേ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിലും ചെയ്യുന്ന യാത്രകളൊക്കെ ഞാൻ ഇതുപോലെ കാണിക്കാൻ ശ്രമിക്കാം. നല്ലൊരു സ്റ്റേക്കേഷൻ. ഇറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ്. അപ്പം പിറ്റേ ദിവസം വരുമ്പോൾ നല്ല റിപ്പബ്ലിക് ഡേ ആയിരുന്നു. സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസിതാ ഹമാരാ ഹമാരാ സാരേ ജഹാൻ സേ അച്ഛാ. ജയ് ഹിന്ദ്.